ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മേഘാലയ മർഡർ കേസ്, ഇൻഡോർ കപ്പിൾ കേസ് അല്ലേ, എല്ലാവർക്കും അറിഞ്ഞു കാണും. സ്വന്തം കാമുകിന് വേണ്ടി 21 വയസ്സുള്ള കാമുകിന് വേണ്ടി 25-കാരിയായ കാമുകിയായിട്ടുള്ള സോനം അവളുടെ ഭർത്താവായിട്ടുള്ള 29 വയസ്സുകാരനായിട്ടുള്ള രാജ രഘുവംശിയെ ഹണിമൂൺ സമയത്ത് കൊലപ്പെടുത്തി എന്നതാണ് കേസ്. മേഘാലയ മർഡർ കേസ് അല്ലേ. ഇവിടെ സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു 1-2 വാചകങ്ങളിൽ കാര്യം പറയട്ടോ. അതായത് ഓളുടെ കാമുകന് കൂടി ചേർന്ന് 2 വാടക ഗുണ്ടകളെ 20 ലക്ഷത്തിന് ഏർപ്പാടാക്കിയിട്ട് മേഘാലയയിൽ ട്രിപ്പിന് പോയ സമയത്ത് അല്ലേ, ഹണിമൂൺ ട്രിപ്പിന് പോയ സമയത്ത് മുകളിലിട്ടിട്ട് തീർക്കുകയാണ് ചെയ്തത്. ഇതാണ് സംഭവം. എന്നിട്ട് ഓളെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 10 ദിവസത്തിന് ശേഷം 10-15 ദിവസങ്ങൾക്ക് ശേഷം UP-യിൽ വെച്ചിട്ട് പോലീസ് പിടിക്കുകയാണ് ചെയ്തത്. അത് സ്വയം കീഴടങ്ങാണ് ചെയ്തത് വേറെ കാര്യം, പോലീസ് പിടിച്ചെന്ന ലെവലിലേക്ക് ആക്കി മാറ്റിയത് വേറെ കാര്യം. ഇവിടെ ഭർത്താവുമായിട്ട് ഒരു ഇൻ്റർകോഴ്സ് ഒന്നും നടത്തിയിട്ടില്ലാത്ത കാമുകൻ്റെ മുന്നിൽ വിർജിനായിട്ട് വേണം കാമുകൻ്റെ കൂടെ ജീവിക്കാൻ എന്ന് വിചാരിച്ച വ്യക്തിയാണ്. അതായത് ഭർത്താവായിട്ടുള്ള വിർജിനിറ്റി നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ഒരുത്തി ആത്മാർത്ഥയുടെ ആൾരൂപമാണ് സോനം എന്നുള്ള രീതിയിലൊക്കെ ഒരു സംഭവം കേൾക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഇത് വെച്ചിട്ടാണല്ലോ നമ്മൾ സോനത്തിനെയും കാമുകനെയും ഭർത്താവിനെ കൊന്നല്ലോ എന്നുള്ളത് പറഞ്ഞിട്ടൊരു സംഗതി വെക്കണം. എൻ്റെ ഒരു പോയിൻ്റ് ഇതാണ് കേട്ടോ. സംഗതി ശരിയാണ്, ഇവിടെ ഒരു ക്രൈമാണ് ഉണ്ടായതൊക്കെയാണ്. ഇതിന് പിന്നിലുള്ള കാരണക്കാരെന്ന് പറയുന്നത് സോനത്തിൻ്റെ പാരൻസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. സോനം ചെയ്തത് സംഭവം ശരിയാണ്, പക്ഷേ സോന മാത്രമല്ല അതിന് കൂട്ട് നിന്ന ആൾക്കാർ. കള്ളനെ നമ്മൾ പറയില്ല, ഒരു മോഷണം നടത്തണമെങ്കിൽ കള്ളനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ എന്നുള്ള രീതിയിൽ ഈ മോഷണത്തിനുള്ള പ്രേരണ കുറ്റത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ സോനത്തിൻ്റെ പാരൻസിനെ കൂടി തൂക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇവർക്ക് അറിയണതാണ്, ഇവരുടെ ഫാമിലി ബിസിനസ്സിലെ അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള രാജ് എന്ന പേരുള്ള 21 വയസ്സുകാരനായിട്ട് ഇവരുടെ മകൾക്ക് പ്രണയമായിരുന്നു അല്ലേ. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യമല്ലേക്കുക, ഭർത്താവുമായിട്ടുള്ള സെക്സും പരിപാടിയൊന്നും അവൾ പരമാവധി ഒഴിവാക്കി. അതായത് ഇല്ലായിരുന്നു. പകരം ഭർത്താവിനോട് നുണ പറഞ്ഞിട്ട് നമുക്ക് ക്ഷേത്ര സന്ദർശനം നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ആസാമിലുള്ള ഏതോ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോണ വഴിക്ക് ഹണിമൂൺ ട്രിപ്പിന് വേണ്ടിയിട്ട് ഇവർ ആ ഹോട്ടലിൽ പോയതാണ്. അപ്പോൾ അവൾ കുറച്ച് ദിവസം ഇതൊക്കെ ഒഴിവാക്കിയിട്ട് കാമുകൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഈ ചെങ്ങാൻ തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ചെങ്ങാനെ തീർക്കാമെന്ന് പ്ലാൻ ചെയ്തത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവൾക്ക് ആത്മാർത്ഥം ഉണ്ട് തോന്നണം അല്ലേ ഈ ഒരു കാര്യം നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ ഒരു സംഗതി എന്താ വെച്ചാൽ വീട്ടുകാർക്ക് ഇത് അറിയായിരുന്നു, പക്ഷേ ഇവർ ഒരുപാട് കാശുള്ള ടീംസൊക്കെയാണ്. അപ്പോൾ സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഓനായിട്ടുള്ള കല്യാണത്തോട് താല്പര്യമില്ല. അങ്ങനെയാണ് 29 വയസ്സുകാരനായിട്ടുള്ള ആ പാവം പിടിച്ച ചെങ്ങായി, ആ ചെങ്ങായി എന്തെങ്കിലും അറിയണ്ടോലെ അയാളെ ജീവൻ പോയില്ല, അയാളായിട്ട് കെട്ടിച്ചു കൊടുക്കണത്. അപ്പോൾ ഇവളപ്പം തന്നെ പറഞ്ഞായിരുന്നു അത്രേ, ഞാൻ ഈ കല്യാണം അഥവാ നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇവരത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. എന്താ ചെയ്തത്, ആ ചെങ്ങായിനെ കൊന്നു. ഇതിലിപ്പോൾ ആർക്കും നഷ്ടപ്പെട്ട് വലിച്ചേക്ക് ആ ചെങ്ങായി, കല്യാണം കഴിച്ച ചെങ്ങായി ഭർത്താവ് രാജ, കാമുകൻ്റെ പേര് രാജ് എന്നും ഭർത്താവിൻ്റെ പേര് രാജ എന്നാണ് കേട്ടോ, മാറിപ്പോയത്. രാജ പാവം പിടിച്ച ചെങ്ങായി, അയാളുടെ ജീവൻ പോയി. ആളുടെ വീട്ടുകാരെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ചു. ചെന്തപ്പത്. എന്നിട്ട് ഇവൾക്ക് എന്താ സംഭവിച്ചത്, ഇവളുടെ ജീവിതം പോയി, ആ കാമുകൻ്റെ ജീവിതം പോയി അല്ലേ. എല്ലാവരുടെയും അവസ്ഥ ഇത് ആലോചിച്ച് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് ഇത്ര പറയുന്നത്, നമുക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലേ വീട്ടുകാരോട് ഇത് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം, ആദ്യം നമ്മളൊരു സ്വന്തമായിട്ട് ജോലി വാങ്ങിയിട്ട് അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു വരുമാന മാർഗ്ഗം, ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാശുണ്ടാക്കുക. ഈ പ്രേമം മാത്രമാണ് എന്നിട്ട് കാര്യമില്ലല്ലോ. കല്യാണം കഴിച്ച് ജീവിക്കാനാണ് പ്ലാനെങ്കിൽ കാശുണ്ടാക്കുക. കാശില്ലാണ്ട് നടക്കില്ല ഇന്നത്തെ കാലത്ത്. എന്നിട്ട് ആളെ കെട്ടി ജീവിക്കുക, നിങ്ങൾക്ക് അങ്ങനെയാണ് ആഗ്രഹമെങ്കിൽ. അല്ലാണ്ട് വേറെ തന്നെ കിട്ടിയിട്ട് അതിപ്പോൾ വീട്ടുകാർ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. വീട്ടുകാർ നിർബന്ധിച്ച് കെട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെങ്ങനെ കൊല്ലാനുള്ള പരിപാടിയാണ്, അതെങ്ങനെ ന്യായീകരിക്കപ്പെടുക? ഇവിടെ കാമുകനോട് ആത്മാർത്ഥമുണ്ട് പറഞ്ഞിട്ട് ഒന്നും അറിയാത്തൊരു പാവം പിടിച്ച് എങ്ങനെ കൊല്ലുകയാണ് ചെയ്യുക. അതുപോലെ വീട്ടുകാർ എന്ത് ഉളകളാണ്, നാറികൾ. ആ സീനെന്ന് അടിച്ചേക്കുക, ഈ 21 വയസ്സിൻ്റെ തൊട്ടെ ചെങ്ങായിനെ കെട്ടിച്ച് ചെങ്ങായിനായിട്ട് ആ സാധനമായിട്ട് കലക്കിയിട്ട് മറ്റോനായിട്ടാണ് കെട്ടിച്ചു വിട്ടപ്പോൾ ഉള്ളതെങ്ങനെ റിയാക്ട് ചെയ്യാമെന്ന് ഇവർ ഒരു പക്ഷേ ഊഹിച്ച് കാണില്ല അല്ലേ. എന്തായാലും ഇങ്ങനെയാണ് സംഭവിച്ചത് ഗൈസ്. അപ്പോൾ ഇത് മാതാപിതാക്കൾക്കൊരു പാഠമാവട്ടെ, കാമുകിമാർക്കൊരു പാഠമാവട്ടെ. എൻ്റെ ഏറ്റവും വലിയ പേടി
എന്നെപ്പോലുള്ള സിംഗിൾ പസംഗകൾക്ക്, കല്യാണം കഴിച്ചിട്ടില്ലാത്ത ബാച്ചലർ പസംഗകൾക്ക് എന്ത് ധൈര്യത്തിലാണ് ഒരുത്തിയെ കിട്ടുക? എപ്പോഴാണ് നമ്മുടെ കഴുത്തിന് കത്തി വയ്ക്കാന്ന് പറയാൻ പറ്റൂല. എന്താ ചെയ്യുക?